ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, ഞാൻ ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല തന്നെ. കാരണം ഞാനിപ്പോൾ വീട്ടിൽ കുറച്ച് റെസ്റ്റിലും ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ രാവിലെ എഴുന്നേറ്റോടെ തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ മെഡിസിൻസൊക്കെ കഴിക്കുകയാണ് കേട്ടോ. വലിയ കയ്പും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, എന്നാലും കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അതും ഒരു വലിയ ആശ്വാസമാണ്. വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ഞാൻ പാടുപെട്ടേനെന്ന് തോന്നും ഇടയ്ക്ക്. എന്തായാലും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ മെഡിസിനൊക്കെ കഴിച്ച് ഒരു ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും അഞ്ജുവും മിക്കുവും വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മിക്കുവിൻ്റെ ബർത്ത്ഡേക്ക് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടോമിയും അഞ്ജുവും മിക്കുവായിട്ട് ഉണ്ണിയും കൂടെ ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിയാണ് ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അങ്ങനെ അവർ പോകുന്നുണ്ട്. ആ സമയത്ത് എൽസ എൻ്റെ അടുത്ത് കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും അവനൊരു ചിനുങ്ങലും തുടങ്ങി. എൻ്റെ അടുത്ത് എൽസ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ മിക്കുവെന്ന് വിളിക്കുന്ന സമയത്ത് എൽസയായിരുന്നു കേട്ടോ ചിരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ കണ്ടില്ലാത്തവരൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ മിക്കുവെന്ന് വിളിക്കുമ്പോഴാണ് എൽസക്കുട്ടി ഇങ്ങനെ ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൽസയെന്ന് വിളിക്കുമ്പോഴത്തേക്ക് മിക്കു ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെയൊക്കെ ആക്ട് കാണിക്കും. കാരണം അവനെ എപ്പോഴും വിളിക്കണം, നമ്മളെപ്പോഴും അവനെ കൊഞ്ചിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട് കേട്ടോ അവന്. അങ്ങനെയാണ്, കുഞ്ഞു പിള്ളേരല്ലേ, അവന് കിട്ടുന്ന ആ ഒരു സ്നേഹം അടുത്ത് പോകുമെന്നുള്ളൊരിത് കാണുമോ എന്തോ, നമുക്കതറിയത്തില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. എന്തായാലും അവന് നമ്മളാരെങ്കിലും എൽസ എടുക്കുമ്പോഴത്തേക്കും ഞാൻ എടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ടോമിയോ അഞ്ജുവോ അമ്മയൊക്കെ കാവ്യ പോലും എൽസ എടുക്കുന്ന സമയത്ത് അവനൊരു ചെറിയ കുശുമ്പുത്തരം തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ കാവ്യയെ പോയി അടിക്കാറുമുണ്ട് ഇവൻ. എൽസയെ തറയിൽ കിടത്താൻ വേണ്ടിയിട്ട് കരയും, അങ്ങനെയൊക്കെയുള്ള ബഹളം വെക്കും. ഇതിപ്പോൾ എൻ്റെ അടുത്ത് അവൾ കിടക്കുന്നതുകൊണ്ട് എണീച്ച് മാറാൻ വേണ്ടിയിട്ട് അവൻ വരുന്നതാണ്, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് വരും. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അഞ്ജു മുറിയിലോട്ട് വന്നു. ആ സമയത്ത് കണ്ടോ, എൽസയെ അവളെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ കിടന്ന് ബഹളം വെക്കുന്നതാണ്, എൽസയെ മാറ്റിയിട്ട് അവളെ എടുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചിരി വരാറുണ്ട്. ഞാൻ കൂടുതൽ വോയിസ് ഇടാത്തതെന്ന് വെച്ചാൽ മുമ്പ് ഞാൻ ഇതുപോലത്തെ ഒരു കുറേ വീഡിയോസ് അവരുടെ മാത്രം വീഡിയോസൊക്കെ വെച്ചിട്ട് ഇട്ട സമയത്ത്, കാരണം ഞാൻ ആദ്യമായിട്ട് വയ്യാതായ ഒരു വ്ളോഗ് ഇട്ട സമയത്ത് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു അവരുടേതായിട്ടുള്ള. അപ്പോൾ അത് കോപ്പിറൈറ്റും ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് അതൊന്നും തന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ പിന്നെ എല്ലാം ഓൺ വോയിസ് തന്നെ എൻ്റെ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഓൺ വോയിസ് കൊടുക്കാതെ പിന്നെ ആ സമയത്ത് തന്നെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി കേട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് ഇതുപോലെ കാർട്ടൂണ് ഇഷ്ടമാണ്. മിക്കുവിന് ഇഷ്ടം താറാവിൻ്റെ പാട്ടും, എൽസയ്ക്ക് ഇഷ്ടം തത്തയുടെ പാട്ടുമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുന്ന എൽസ ഫുഡ് കഴിച്ചു, മിക്കുവിനടുത്ത് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് അവർ നേരെ തന്നെ 4 പേരുമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ അവൾ ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് മിക്കുവിന് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഒരു കാവ്യ പോയി ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് അതും പിടിച്ചാണ് ആശാൻ എൻ്റെ കയ്യിൽ കുറേ നേരം വരെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കളിച്ച സമയത്താണ് കാവ്യ എൽസയും കൊണ്ട് വന്നപ്പോഴത്തേക്കും അവനോടം കാവ്യ എടുക്കണം എന്നും പറഞ്ഞ് കരയാനും തുടങ്ങി. അപ്പോഴത്തേക്ക് ഉണ്ണി വന്നോടം തന്നെ ടോമിയും അഞ്ജുവും ഉണ്ണിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവ്യ തന്നെയാണ് പിന്നെ മാറി എടുത്തു കേട്ടോ. എൽസ എൻ്റെ കയ്യിൽ തന്നിട്ട് കാവ്യ മിക്കുവിനെ എടുത്ത് കാവ്യയാണ് കൊണ്ടുവന്ന് അങ്ങ് കൊടുത്തു. അപ്പോഴത്തേക്കും അമ്മയും വന്നു കേട്ടോ. അമ്മ ഒരിടം വരെ പോയിട്ട് അമ്മയും വന്നു. അമ്മ വന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞ സമയത്തേക്കും അത് ഓൺലൈൻ വഴി മിക്കുവിന് ബർത്ത്ഡേക്ക് അമ്മ വാങ്ങിയ ഗിഫ്റ്റാണ് കേട്ടോ. പിടിച്ച് നടക്കുന്ന ഒരു സംഭവമുണ്ട്, അത് വാങ്ങിയിട്ട് വന്നു. അപ്പോഴത്തേക്കും എൽസക്കുട്ടി എൻ്റെ അടുത്ത് വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കളിയും ബഹളമായിട്ടിരുന്നു കേട്ടോ. അവൾ കൂടുതൽ നേരം എൻ്റെ അടുത്ത് കിടക്കത്തില്ല, എന്ന് വെച്ചാൽ അവളെ എപ്പോഴും എടുത്ത് ഇങ്ങനെ നടക്കണം, അവൾക്ക് അതാണ് ഇഷ്ടം. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവൾ അധികം എൻ്റെ അടുത്ത് അങ്ങനെ വരാറില്ല. എപ്പോഴും ഞാൻ ഇപ്പോൾ എഴുതി നടക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി കരയും. കിടക്കുകയാണെങ്കിൽ അങ്ങനെ അധികം കിടക്കത്തില്ല. പിന്നെ കുറച്ച് നേരം ആയപ്പോഴത്തേക്കും കാവ്യ ഇങ്ങനെ കുഞ്ഞു മക്കൾക്കൊക്കെ നഖം വെട്ടുന്നില്ലേ, ആ ഒരു സംഭവം എടുത്തിട്ട് വന്നു കേട്ടോ. അവൾ മീഷോന്ന് എന്തോ വാങ്ങിയതാണ്, കൊണ്ടുവന്നു എനിക്കും വെട്ടിത്തന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൽസയ്ക്കും വെട്ടിക്കൊടുത്തു. കാരണം എൽസ ഭയങ്കര നുള്ളാണ് കേട്ടോ. നമ്മുടെയൊക്കെ നുള്ളി മുറിക്കും. എൻ്റെ കണ്ണൊക്കെ കുറേ പ്രാവശ്യം മുറിഞ്ഞിട്ടുണ്ട്, കണ്ട് താഴേക്ക് ഇവിടെയൊക്കെ. അത് നന്നായിട്ട് കണ്ടുകൂടാ, ചെറുതായിട്ട് കാണാം ഇത്. പിന്നെ കുറേ നേരം ഫോണിൽ വീഡിയോസും അതും ഇതൊക്കെ കണ്ടു കിടന്നപ്പോഴത്തേക്കും മിക്കുവിനെയും കൊണ്ട് വന്നു. ആശാൻ ഒരു ഫോട്ടോയ്ക്കും ചിരിച്ചില്ല എന്നാണ് പറഞ്ഞത്. എല്ലാ ഫോട്ടോയ്ക്കും ഇങ്ങനെ ഗൗരവം പിടിച്ചും ടോമി എടുക്കാൻ വേണ്ടി കരഞ്ഞൊക്കെയാണ് നിന്നത്. ഫോട്ടോയ്ക്കൊന്നും നല്ലപോലെ പോസ്റ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. അതുവരെ മിക്കുവിന് ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. വൈകുന്നേരമായി അവർ വന്നപ്പോഴത്തേക്കും മുന്നേ മുത്തും ചിപ്പിയും അഞ്ജലിയൊക്കെ വന്നു. കാരണം അഞ്ജലിയും ചിപ്പിയൊക്കെ കഴിഞ്ഞ ആഴ്ച വരാനിരിക്കുകയായിരുന്നു. പക്ഷേ മിക്കുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ ഈ ആഴ്ച, അതായത് ഈ സെക്കൻഡ് സാറ്റർഡേ കൂടെ ആയിരുന്നു, അതുകൊണ്ട് അതിനായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൗകര്യമായി. പിന്നെ ഇതാ ഞാനിത് ടോമിക്ക് വാങ്ങിയൊരു ഗിഫ്റ്റാണ് കേട്ടോ, എൻ്റെ അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അത് മിക്കുവിന് ഞാൻ വേറെ മിക്കു ഉള്ളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെയും ടോമിയുടെയും കൊച്ചിലത്തെ 2 ഫോട്ടോയും ഞങ്ങൾ വലുതായപ്പോൾ ഉള്ള 2 ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതാ നന്നായിട്ട് തന്നെ ഒരു ഫോട്ടോ ഞങ്ങൾ ഫ്രെയിം ചെയ്തു. അപ്പം ഇതിന് കോറസായിട്ട് എല്ലാവരും പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഷോർട്സ് വീഡിയോ എന്തായാലും ഇടാൻ കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ കേക്കിന് ഓർഡർ കൊടുക്കാൻ പോയ സമയത്ത് ഒരു കുഞ്ഞ് പിസ്സ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്താണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ബാക്കി ഇനി വീഡിയോസും കാര്യങ്ങളെല്ലാം മിക്കുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള വീഡിയോസ് ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.